ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു സ്റ്റോക്കിൽ നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ എത്ര റിട്ടേൺ നമ്മൾ പ്രതീക്ഷിക്കണമെന്നാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന റിട്ടേണിനെയാണ് നമ്മൾ KE എന്ന് പറയുന്നത്. ഈ KE കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അതായത് നിങ്ങൾ ഒരു കമ്പനിയിൽ നിങ്ങളുടെ പണം നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ശതമാനം റിട്ടേൺ നിങ്ങൾ ആഗ്രഹിക്കുമോ ആ ശതമാനം കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് KE എന്ന് പറയുന്നത്. ഈ KE കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, RF, അതായത് റിസ്ക് ഫ്രീ റേറ്റ്. ഈ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്, റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പണം ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ ആണ്. അത് 8% ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഈ പണം ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുന്നതിന് പകരമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12% റിട്ടേൺ കിട്ടും. പക്ഷേ ഈ 12% റിട്ടേൺ, അതായത് 4% അധികമായി, ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും 4% അധികമായി നിങ്ങളൊരു റിട്ടേൺ പ്രതീക്ഷിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു റിസ്ക് എടുക്കേണ്ടി വരും. ആ റിസ്ക്കാണ് ബീറ്റ എന്ന് പറയുന്നത്. അത് 1.2 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നു. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ 12%. പണം നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിലാൽ 8% കിട്ടും. അപ്പം അഡീഷണലായി കിട്ടുന്ന 4% ലാഭം. ആ 4% ലാഭം നിങ്ങൾക്ക് വെറുതെ കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ റിസ്ക് എടുക്കണം. ആ റിസ്ക്കും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് എത്ര ശതമാനം കിട്ടിയാൽ ലാഭമാകും? 4% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭമാകത്തില്ല. 12 - 8 എന്ന് പറയുന്ന 4% കിട്ടിയാൽ നിങ്ങൾക്ക് ലാഭമാകില്ല. കാരണം നിങ്ങളൊരു റിസ്ക്കും കൂടെ എടുത്തിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നതിൻ്റെ റിസ്ക്കും കൂടെ എടുത്തിട്ടുണ്ട്. ആ ബീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കിൻ്റെ ബീറ്റയാണിത്. ഈ ബീറ്റയും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ 4% അഡീഷണൽ ഇൻകം കിട്ടുന്നതിന് 4 × 1.2 എന്ന് പറയുന്ന 4.8% റിട്ടേൺ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്കറ്റ് റിട്ടേണിൻ്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് 8% നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിലായിട്ട് കിട്ടും. അതിനേക്കാളും 4.8% അഡീഷണലായി നിങ്ങൾക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ലാഭം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന അഡീഷണലായിട്ടുള്ള 4.8% അത് നമ്മൾ പ്രതീക്ഷിക്കും. കൂടാതെ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇടുമായിരുന്നെങ്കിൽ നമുക്ക് എത്ര പണം കിട്ടുമായിരുന്നു? ആ പണവും പ്രതീക്ഷിക്കും. അപ്പം നമുക്ക് ടോട്ടലായി കിട്ടുക 8 + 4.8 എന്ന് പറയുന്ന 12.8%. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് 12% റിട്ടേൺ കിട്ടുമായിരുന്നു. പക്ഷേ എന്താണ്, 12% റിട്ടേൺ കിട്ടാൻ നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു റിസ്ക് എടുക്കുന്നുണ്ട്. ആ റിസ്ക് എൻ്റെയർ 12%-ന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നില്ല. 8% നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന റിസ്ക് ഇല്ലാത്ത ഇൻകമാണ്. അഡീഷണലായി കിട്ടുന്ന 4%-ന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസ്ക് ബെയർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ 4%-നെ ബീറ്റ ആയിട്ടുള്ള 1.2 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് 4.8 കണ്ടുപിടിച്ചത്. അപ്പോൾ ആ 4.8ൻ്റെ കൂടെ 8% നമ്മളുടെ റിസ്ക് ഫ്രീ റേറ്റും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓഹരിയിൽ നിക്ഷേപിച്ചാൽ, ഒരു പർട്ടിക്കുലർ കമ്പനിയിൽ നിക്ഷേപിച്ചാൽ എത്ര ശതമാനം റിട്ടേൺ നമ്മൾ ആഗ്രഹിക്കുമോ ആ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ നമ്മൾ KE എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്നു. എങ്ങനെ? 12.8%. ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഒരു കമ്പനിയുടെ ഷെയറിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ എത്ര ശതമാനം റിട്ടേൺ നമ്മൾ മിനിമം ആഗ്രഹിക്കും എന്ന് കണ്ടുപിടിക്കുന്നത്.